സമസ്തയെ നിരന്തരം പരിഹസിച്ച സെക്രട്ടറി PMA സലാം ജീവനോടെയുണ്ടോ? പണ്ഡിതന്മാരുടെ ട്രൗസർ ഊരാൻ നടന്നിരുന്ന KM ഷാജിക്ക് അണ്ണാക്കിൽ പഴം കുടുങ്ങിയോ? ദീൻ പറഞ്ഞതിന്റെ പേരിൽ സമസ്ത പണ്ഡിതന്മാരെ തെരുവിൽ നേരിടാനും കൈകാര്യം ചെയ്യാനും നടന്നിരുന്ന ഷാഫി ചാലിയത്തിന് ചാർജ് തീർന്നോ? മൂത്തതും മൂക്കാത്തതുമായ കല്ലായി, മാഹീൻ, ജബ്ബാറാദി കപട പാണക്കാട് സ്നേഹികളെയും മഷിയിട്ട് നോക്കിയിട്ടും കാണുന്നില്ല. പൂക്കോട്ടൂർ, ഓനമ്പള്ളി, കൂടത്തായി, കൂരിയാട് റൂട്ടിലോടുന്ന നളന്ദ ഖാലി ഫൗണ്ടേഷൻ കൊട്ടാരം മുഫ്തിമാരെയും ആദൃശ്ശേരിയുടെ ഫൈക്ക് കുഞ്ഞുങ്ങളെയും ഈ വഴിക്ക് കാണുന്നില്ല. ഒരിടത്തല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നു പബാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളുടെ കോലം കത്തിച്ചു, ഫോട്ടോ കീറി, തെറിവിളിച്ചു, പ്രതിഷേധം കണ്ടായി കപട പാണക്കാട് സ്നേഹം തുളുമ്പുന്ന ആളുകളൊന്നും അറിഞ്ഞതായി കണ്ടില്ല. കാണില്ലെന്നറിയാം. ആരാണ് ഇതിന് ഉത്തരവാദികളെന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അണികളെ കയറൂരി വിടുമ്പോൾ, നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ തയ്യാറാക്കാതെ മൗനസമ്മതം നൽകുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും തിരിച്ചു കിട്ടുമെന്ന് എല്ലാവരും ആദരിക്കുന്ന ഒരു തറവാട്ടിലെ തങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിക്കൊടുത്തപ്പോൾ നിങ്ങൾ പാർട്ടി നേതാക്കൾക്കും സൈബർ അണികൾക്കും സമാധാനമായി കാണുമല്ലോ. സമസ്തക്കാർ ആദർശപരമായോ സംഘടനാപരമായോ ഇവരെ വിമർശിച്ചാൽ, അവരായിട്ട് അതിന് അവസരമുണ്ടാക്കിയാൽ മാത്രം മതം പൊട്ടി ഹാലിളകി ഒരുപാട് കപട പാണക്കാട് സ്നേഹികൾ വാളെടുത്തു വരാറുണ്ട്. ഒരെണ്ണത്തിനെ ഇപ്പോൾ കാണുന്നില്ല. ഇന്നലെയും സമസ്ത തള്ളിയ മാലിന്യത്തെ പേറുകയും അതിന്റെ പ്രചാരകരായി പോസ്റ്ററിലും വീഡിയോയിലും നിങ്ങൾ 4 പേർ വന്നിട്ടുണ്ട്. ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ കോലമുണ്ടാക്കലും മണ്ണെണ്ണ ഒഴിക്കലും കത്തിക്കലും എല്ലാം മനസ്സിൽ വേദനയുണ്ടാക്കുന്നു. പാണക്കാട് കുടുംബത്തിലെ ഒരാൾക്ക് പോലും ഇത്രയും കാലം ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് അവരെ അണികളെത്തിച്ചു എന്നതിൽ പ്രയാസവും അമർഷവുമുണ്ട്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയമായി മാത്രം നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് ഇതിലൊന്നും ഒരു പ്രയാസമോ സങ്കടമോ ഉണ്ടാകില്ല. പക്ഷേ സമസ്തക്കാർക്കങ്ങനെയല്ല. നിങ്ങളുടെ പല നിലപാടുകളിലും വിയോജിപ്പും ശക്തമായ എതിർപ്പുമുണ്ടെങ്കിലും ഇത്തരം ചെയ്തികൾ കാണുമ്പോൾ പ്രതികരിക്കാതെ നോക്കി നിൽക്കാൻ കഴിയില്ല. കാരണം സമസ്തയാണ് നിങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും സമൂഹത്തെ പഠിപ്പിച്ചത്.